ആറ്റിങ്ങലിലെ റീകൗണ്ടിംഗ് വാർത്തയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. ഹരികൃഷ്ണനാണ് അവിടെ നിന്ന് ചേരുന്നത്. ഹരി, അവിടെ ആ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. രാവിലെ 8 മണി മുതൽ ഇപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിട്ടും ആ സസ്പെൻസ് അതേപോലെ നിൽക്കുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും എണ്ണുമ്പോഴും അടൂർ പ്രകാശ് തന്നെ ആറ്റിങ്ങലിൽ, അങ്ങനെ തന്നെയല്ലേ? കൃഷ്ണ, ഇവിടെ ഈ സസ്പെൻസ് ആയി ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് അടൂർ പ്രകാശ് വിജയിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നേരത്തെ വന്നിരുന്നത്. ഈ റീകൗണ്ടിങ് എന്നൊരു ആവശ്യം ഈ സംഭവത്തിൽ ഇടതുപക്ഷം ഉന്നയിക്കുകയായിരുന്നു ചെയ്തത്. അതായത് വളരെ ചെറിയൊരു മാർജിനിലാണ് വിജയം ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് 685 വോട്ടുകൾ. അതാണ് ഈ അസാധുവായ വോട്ടുകൾ അടക്കം, പോസ്റ്റൽ വോട്ടുകൾ അടക്കം റീകൗണ്ട് ചെയ്യണം എന്നതൊരു ആവശ്യമായി ഇടതുപക്ഷം ഉയർത്തുകയായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിന്റെ പോളിംഗ് ഏജന്റുമാരും ഒക്കെ അത്തരത്തിൽ ഉയർത്തുകയായിരുന്നു. ആ തരത്തിലാണ് പിന്നീട് ഈ റീകൗണ്ടിങ്ങിന് വരണാധികാരി അനുമതി കൊടുക്കുന്നതും ആ തരത്തിൽ റീകൗണ്ടിങ് നടത്തുന്നു. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അതായത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇവർ അതൊരു വിജയമായി ഔദ്യോഗികമായി കണക്കാക്കുന്നതും അതിനുശേഷം ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതും ഒക്കെ. അത്തരത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 685 എന്ന ലീഡ് അതിൽ വലിയ കുറവൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും ഈ ഒഫീഷ്യൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 684 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 685 ആയിരുന്നു നേരത്തെ ലീഡ് നിലയെങ്കിൽ അതിൽ ഒരു വോട്ട് ഏതോ കാരണത്താൽ അസാധുവായി. ബാക്കി 684 വോട്ടിന്റെ വിജയത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം, ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏതായാലും ഏറെ ആകാംക്ഷ നിലനിർത്തിയിരുന്നു. ആദ്യം മുതൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലം അത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ഒരു മണ്ഡലമാണ്. സംസ്ഥാനം ആകെ ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ്. അത്തരത്തിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മണ്ഡലം. ഓരോ തവണയും LDFനും UDFനും ലീഡ് നില മാറി മാറി വന്നൊരു മണ്ഡലം. അതിന്റെ അവസാനത്തിൽ ഒരു ആന്റി ക്ലൈമാക്സ് പോലെ ഇടതുപക്ഷത്തിന് റീകൗണ്ടിങ് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ആ തരത്തിൽ 3 റൗണ്ട് റീകൗണ്ടിങ് നടക്കുന്നു. അതിനുശേഷവും അടൂർ പ്രകാശ് എന്ന UDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിടുന്ന വിവരം. ക്രിസ്റ്റീന, റീകൗണ്ടിങ്ങിന് ശേഷവും അടൂർ പ്രകാശ് തന്നെയാണ് ആറ്റിങ്ങലിലെ വിജയി. എന്തായാലും ആ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിന് മുൻപ് നടന്നുവെന്നാണ് ഹരികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.